ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീഡിയോ എടുക്കാൻ കുറച്ച് നേരമായി. ഇന്ന് ഫുൾ ബിസി ആയിരുന്നു. ഇന്നും ബിസി. അപ്പോൾ നമ്മളിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടെന്ന് വേറെ വീഡിയോ എടുക്കാനും പറ്റുന്ന ഫുള്ള് ബിസി. ക്വസ്റ്റ്യൻ ആൻസർ ആവാന്ന് വിചാരിച്ചു അല്ലേ? ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു കറി വെച്ചില്ലേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരും കൂടിയപ്പോൾ ഏറെ സന്തോഷം. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർക്ക് സന്തോഷമുള്ള, പകുതി ആൾക്കാരൊക്കെ ഇത് ലാഭ കച്ചവടം നഷ്ട കച്ചവടത്തിന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ഒരു പോസിറ്റീവ് കമൻറ്റ്, ഒരുപാട് സന്തോഷം. എന്നുവെച്ചാൽ വളരെ കുറച്ച് പേരെങ്കിലും അത് സന്തോഷത്തോടെ മനസ്സിലാക്കി നമ്മളെ ഇഷ്ടത്തോടെ ഇഷ്ടപ്പെടുന്ന ഒരു 80 ആൾക്കാര് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അത്രയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് മതി. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അനിലേട്ടനെയും സംഗീത ചേച്ചിയെയും ഒരുപാട് ഇഷ്ടം. നിങ്ങൾ പരസ്പരം അനുഗ്രഹം തന്നെയാണ്. എല്ലാവർക്കും മാതൃകയാവുന്ന ദമ്പതിയുമാണ്. നിങ്ങളോട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. ഓസ്ട്രേലിയയിൽ നിന്നും ഒരുപാട് സ്നേഹത്തോടെ കേട്ടോ, ഉമ്മ സംഗീത ചേച്ചി. അപ്പൊ അങ്ങനെ ആ പേരും കൂടി അതിൽ ഉൾപ്പെടുത്തായിരുന്നു അല്ലേ? നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങളുടെ ഗായത്രി എന്ന് തോന്നുന്നു കേട്ടോ ആ പേര്. അപ്പൊ ഒത്തിരി സന്തോഷം നമുക്ക്. ഗായത്രിക്കും കുടുംബത്തിനും മാതൃകയാണെങ്കിൽ ഞങ്ങൾ അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, അതൊക്കെ വേറെ കാര്യം. അടിയില്ലെങ്കിൽ മാതൃക നമ്മൾ തീരെ അടി അങ്ങനെ അത്യാവശ്യം അതുപോലെ ഇരട്ടി മടങ്ങ് സ്നേഹിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഗായത്രിയുടെ കുടുംബത്തിനും ദീർഘായുസ് കിട്ടട്ടെ, അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ലവ് ഫ്രം മലപ്പുറത്ത് ആരോ നമ്മളെ സ്നേഹിക്കുന്നത്. താങ്ക് യു. ഒന്നും ചോദിക്കാനില്ല, ഒരു കൂടും വലിയൊരു വ്യക്തി. ഹലോ, ആ പൊന്നു, എന്താ പൊന്നു ബൈക്കിൽ ചാവില്ല? ഷിബിനെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കുണക്ക ടിവിയുടെ അവിടെ ഷെബിന്റെ ബുള്ളറ്റിന്റെ താക്കോലുണ്ടാക്കിയ ഉണ്ടാ? ബുള്ളറ്റിന്റെ താക്കോലുണ്ടാക്കിയ ടിവിയുടെ താഴെ. ആ ബുള്ളറ്റിന്റെ ഇല്ല. ഇവിടെ പേഴ്സൊന്നും ഇല്ല ഇവിടെ. വീഡിയോ ഉപയോഗിക്ക. അങ്ങനെ അടുത്തത് വായിക്കാം. ഒന്നും ചോദിക്കാനില്ല, യു ഡിയർ റിപ്ലൈ തരണേ. ഒരു റിപ്ലൈ തരണേ അതെന്താണോ അങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് നല്ലത്. അപ്പോൾ എനിക്കൊരു കമന്റ്, ആൻറ്റി ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുമോ? നല്ല റെസിപ്പിയൊക്കെ ആണ്. ഞങ്ങളെ പോലെ കുക്കിംഗ് അറിയാത്ത ആളുകൾക്ക് പെട്ടെന്ന് ചാനൽ എടുത്ത് നോക്കാൻ എളുപ്പം കൊണ്ടാണ്. ഷോർട്സൊക്കെ ആണെങ്കിൽ എളുപ്പമാണെന്നൊക്കെയാണ് പറയണത്. സത്യമാണ്. എനിക്ക് കണ്ണിന് കുറച്ച് കാഴ്ച നന്നായി, കുറച്ച് കുറവുണ്ട്, നല്ല കാഴ്ച കുറവുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ കുക്കിംഗ് വ്ളോഗ് തുടങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് വേറെ പുതിയ ചാനൽ തുടങ്ങിയിട്ട് അത് സക്സസ് ആയി വരെ കുറേ നാൾ പിടിക്കും. ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ കുക്കിംഗ് വ്ളോഗ് മാത്രമായിട്ട് ഇടുമ്പോൾ നമുക്കൊരു സബ്ബും കയറുന്നില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പരമാവധി അത് ഷോർട്സ് ആയിട്ട് ഇടാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കാം കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതം പറയുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണെന്ന്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ചാനലും ഈ ചാനലും രണ്ടും ഇല്ലാത്ത അവസ്ഥ, രണ്ടൊന്നും വരുമാനം കിട്ടാത്ത ഞാൻ എങ്ങനെ ജീവിക്കും? അതോട്ടാ പരമാവധി നമ്മള് സപ്പോർട്ട് ചെയ്യാം. അടിപൊളി. അപ്പം അതിൻ്റെ അടിയിലൊരു പെൺകുട്ടി കമന്റ് ഇട്ടിട്ട് എൻ്റെ കുക്കിംഗ് അടിപൊളിയാണ്. അപ്പോൾ താങ്ക് യു. ഹെൽപ്പർക്ക് ഒരു ഇതില്ലല്ലേ? ഹെൽപ്പറില്ല
ഹായ് ആൻറ്റി, നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണ്. ഞാൻ എന്നും കാണും. ആൻറ്റിയുടെ കുക്കിംഗ് വീഡിയോസ് എല്ലാം അടിപൊളി. ഞാൻ വീട്ടിൽ ആൻറ്റിയുടെ റെസിപ്പി ട്രൈ ചെയ്യാറുണ്ട്. അടിപൊളിയാണ്. സൂപ്പർ. അതാണ് കൈപുണ്യം. അത് ഹെൽപ്പർ കൂടെ ഉള്ള കാരണം അങ്ങനെ അല്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടോ. കൈപ്പുണ്യം ഒരുവിധം നല്ല മാതിരി കൈപ്പുണ്യം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞൊന്നല്ല, വയ്യാതെ ആകുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു പിന്നാക്കം നിൽക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഭക്ഷണം വെച്ചാൽ അത് എന്താ വെച്ചെങ്കിൽ അത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പിറ്റേ ദിവസം നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് ചിലവരുടെ കയ്യിന് അത് പറ്റുള്ളൂ എന്നൊക്കെ തോന്നുന്നു. എല്ലാവരും അങ്ങനെ വെച്ചത് രാവിലെ വെച്ച വൈകുന്നേരം അപ്പോഴേക്കും വലിച്ചു ഇല്ലേ? അങ്ങനെ ഒരു കാര്യമില്ലേ? ചില ഭക്ഷണം ഉണ്ടാക്കി പെട്ടെന്ന് കേടാം. ചിലർ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം പറഞ്ഞു, ഏതൊരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നോ വെറുതെ ഒന്ന് നാവുമ്പോൾ വെച്ച് നോക്കി അറിയാൻ പറ്റുന്നുണ്ട്. അതന്നെ വലിയൊരു കാര്യം. സത്യം അതെങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റും സ്മെല്ലും എന്തൊക്കെ നുണഞ്ഞു പിടിക്കും. അതല്ലേ, അത് നമ്മളിങ്ങനെ ഓരോന്നിന്റെ സ്മെല്ലും ഓരോന്നിന്റെ ടേസ്റ്റും. ഇൻസ്പെക്ടർ ആവേണ്ടത്. അതെ, എനിക്കിഷ്ടം. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ കുറെ കുക്കിംഗ് വ്ളോഗ്സ് ചെയ്യണ നല്ല വെറൈറ്റി കുറെ ചിക്കൻ മേടിച്ചിട്ട് അങ്ങനെ. പക്ഷെ നമ്മുടെ സാമ്പത്തികം നമ്മൾ അനുവദിക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നമ്മുടെ സാമ്പത്തികം നമ്മുടേത് കുറച്ച് പ്രശ്നങ്ങൾ അതുപോലെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം. വലിയ ഉരുളൊക്കെ മേടിച്ച് 3-4 ആളൊക്കെ ചുറ്റും നിന്ന് നമ്മൾ ഉണ്ടാക്കി അതൊക്കെ ഭയങ്കര. അതിൽ ആ ഫുഡ് വല്ല അങ്ങനെ കുട്ടികൾക്കോ എല്ലാവർക്കും കഴിക്കാൻ ആരെങ്കിലും കൊടുക്കാനോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളുടെ സാമ്പത്തികം നമ്മൾ അനുവദിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു അനാഥാലയത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത്, ഞങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഞങ്ങൾ കൊണ്ടുകൊടുത്തത്. മേടിച്ചാൽ നമുക്ക് പണി എളുപ്പമാണ് ഇപ്പോഴും. പക്ഷെ മേടിച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ നമുക്കൊന്നും പറ്റാറില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്ന കണക്കിന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതിന് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഒത്തിരി തന്നിട്ട് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. റിലയൻസിലെ ചുരിദാറാണ്. ചാവക്കാട് റിലയൻസിന്റെ പ്രൊമോഷനായിട്ട് ചുരിദാർ. എപ്പോഴെങ്കിലും ട്രെൻഡ്സ് പിന്നാളെ ഒരു 250 ഷർട്ടാണ് ട്രെൻഡ്സ് എടുത്തിട്ട് വന്നത്. അപ്പൊ അങ്ങനെ ഓഫറിലൊക്കെയാണ് ഞങ്ങൾ ഈ എടുക്കണത്. അതുകൊണ്ടാ പിന്നെ കുണിക്കലും ഞാൻ ശോഭയ്ക്ക് ആഴ്ചയിൽ പോകുമ്പോൾ ഏരിയയിൽ നല്ലൊരു ഡ്രസ്സാണ്. സ്റ്റുഡിയോയിലൊക്കെ ആകുമ്പോൾ ഒരു 250-399 ഡ്രസ്സ് കിട്ടും. അപ്പം അങ്ങനെ ഞാൻ 1-2 കണ്ടാൽ നല്ലതുണ്ടെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ പിന്നെ മേടിക്കുന്നില്ല. ജസ്റ്റ് ഒരാഴ്ച മുമ്പ് അവിടെ കയറുന്നതായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ നല്ലത് വന്നാൽ മേടിക്കും. തുണിയൊക്കെ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയാണ് ഡ്രസ്സ് മേടിക്കുന്നത് തന്നെ. അല്ലാണ്ട് നമ്മൾ ഫ്രീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു 1000-1200 ഉറുപ്പിക്ക് 3 ഷർട്ടൊക്കെ ദൈവസഹായിച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഡ്രസ്സ് അപ്പൊ കുറെ ആൾക്കാർ അത് മനസ്സിലാക്കാണ് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ എന്നും ഒരു ഡ്രസ്സിന് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കില്ല. ഇപ്പൊ ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ട് എന്റെ എത്ര വ്ളോഗ് എന്താ ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെ പോകുന്നു? ഈ ലൈഫാണോ അതോ മുന്നത്തെ ലൈഫാണോ കൂടുതൽ ഇഷ്ടം? ഇപ്പോഴത്തെ ലൈഫിനോട് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടല്ല, എന്നാലും ഇതൊരു മുന്നേ കടങ്ങളോ ബാധ്യതകളോ ഒന്നും ഉണ്ടായില്ല. വീട് പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു വീടാണ് ഫുള്ള് പണി കഴിയാത്തൊരു പണി കഴിച്ച ടൈലൊക്കെ ടൈലൊക്കെ ഇട്ടുണ്ടായിരുന്നു. മറ്റുള്ള പണികളോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഗൾഫിൽ നിന്ന് ഞങ്ങൾക്ക് ചിലവ് കഴിച്ചാലും അപ്പൊ ആ കാശ് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനും കുഞ്ഞനും ഞങ്ങൾക്ക് ഒരു യാത്രയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വണ്ടിയിലോ യാത്രയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മയും മക്കളും രാവുമ്പോൾ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു ജീവിതം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കടകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ അതിനായിട്ട് കാണാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ലുമിനിയിൽ തപ്പി പോയതാട്ടാ.
ആകെ തലൊക്കെ കുലുങ്ങി. മാറി വെച്ചിട്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജീവിതം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ പ്രശ്നങ്ങളുടെ ഇടയിലാണ്. ഓരോന്നിനും ഓരോ സന്തോഷം കാര്യങ്ങളും അത്രേ ഉള്ളൂ അല്ലേ ചേട്ടാ? സന്തോഷം എന്ന് പറഞ്ഞ കുറച്ച് കാലമായിട്ടില്ല. അതാണ് എന്തേലും ആവട്ടെ, ഇങ്ങനെ ജീവിച്ചു പോട്ടെ. ഇങ്ങനെ ചെറുക്കുണ്ടെന്ന് വെച്ചിട്ട് സന്തോഷമാണ്. എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളുടെ മാനസികമായിട്ട് ഞങ്ങളുടെ ഭാര്യ ഭർത്താവ് മക്കളെന്നുള്ള ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഒരു ഇത് അത് സത്രമുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഒരുപാട് ഇഷ്ടം കേട്ടോ. താങ്ക് യു. ആരാന്നില്ല കുഞ്ഞ് ഹെയർ സ്റ്റൈൽ ചോദിച്ചത് വേറെ ഒന്നുമില്ല. കുഞ്ഞിൻ്റെ ഹെയർ ഇങ്ങനെ ഒട്ടിയപ്പോൾ ഡെയിലി സ്ട്രൈറ്റനിങ് ചെയ്തപ്പോൾ അപ്പം അമ്മയ്ക്ക് തീർച്ചയായിട്ടും എനിക്ക് തീരെ ഇഷ്ടമായില്ല. കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ മുടിക്ക് ഇഷ്ടമായില്ല, കുഞ്ഞിനും ഇഷ്ടമായില്ല. കുഞ്ഞിന് പറഞ്ഞു അയ്യോ എൻ്റെ പഴയ മുടിയാവാൻ എന്താ ചെയ്യാമ്മ എന്ന് പറഞ്ഞു. നാളെ 2 ദിവസം മുന്നേ വേണ്ടി ഞങ്ങളുടെ ചർച്ച ഇട്ടുള്ള കാറിൽ ഇരുന്നിട്ട് അപ്പം ഞങ്ങൾ കുഞ്ഞിൻ്റെ പണ്ടത്തെ മുടിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കുക അല്ലേ? അതല്ല, അത് ആ ചെയ്തോരെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് അത് കുറച്ച് അവരെ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മളതിൻ്റെ പിന്നാലെ നടക്കണില്ല എന്ന് മാത്രം. ഫുഡ് കഴിക്കുമ്പോൾ നല്ലപോലെ ചവച്ച് കഴിക്കണേ ചേച്ചി. എപ്പോഴും വായിൽ വെച്ചിട്ട് ഉടനെ ഇറക്കും ചേച്ചി. പോസിറ്റീവായിട്ട് എടുക്കണേ. കമൻറ്റ് ഞാൻ കുറച്ച് വീഡിയോസിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുക എനിക്ക് ചവച്ച് തിന്നാൻ പറ്റുന്നില്ല. അതങ്ങനെ പറഞ്ഞു ഒരു വീഡിയോ എടുത്തിട്ട് കണ്ടപ്പോ എന്നെ പറഞ്ഞു അതൊരു വായിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വിഴുങ്ങാണ്. കടിക്കുന്നില്ല. ഞാൻ വീഡിയോയിലൂടെ ഞാൻ ശ്രദ്ധിക്കണത്. നമുക്ക് കഴിക്കുമ്പോ അറിയണില്ല കടിക്കണില്ലേന്ന്. ഞാൻ നല്ല വീഡിയോ എടുത്തപ്പോൾ ഞാൻ ചോറ് ഇങ്ങനെ വെച്ചു. പിന്നെ എൻ്റെ വാരി ചോറില്ല, അത് മെഴുകി. ഇന്നാളത് പറഞ്ഞോളൂ. എനിക്ക് അങ്ങനെയാ. പിന്നെ എനിക്ക് എൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചോറിട്ട വയസ്സ് എനിക്ക് കഴിക്കണം. ചോറിട്ടിട്ട് കുറേ നേരം കണ്ടു പിന്നെ എനിക്ക് അത് തിന്നാൻ ഇഷ്ടമില്ല, മട്ടിപ്പാവും. ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് കുറേ നേരം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ ഭക്ഷണത്തോട് തിന്നാൻ അപ്പോൾ തന്നെ തിന്നാം. അങ്ങനത്തെ കുറച്ച് ശീലങ്ങളുണ്ട്. എനിക്ക് കടിച്ചതിനെ ശ്രമിക്കണം. ആദ്യം പുതിയ വന്നെ പഠിക്കണം. പെട്ടെന്ന് തോന്നുന്നില്ല. ചൊട്ടയില് ശീലം ചുടലേത് ദേഷ്യം തോന്നിയിട്ടില്ല. നല്ല കാര്യം നാളെ ഞങ്ങൾ വിജയിച്ചു. അച്ഛൻ്റെ ഫാമിലിയൊക്കെ സംസാരിച്ച് പിണക്കം മാറ്റുമോ ചേച്ചി? ഇല്ല, അച്ഛൻ്റെ വീട്ടുകാരായിട്ടായിരുന്നു നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അങ്ങനെ രണ്ടും സംസാരിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അച്ഛനോടും കുഞ്ഞിനോടും മാത്രമേ നമ്മൾ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ കേട്ടോ. എൻ്റെ നാട് കുന്നോളാണ്. നാട്ടിൽ വരുമ്പോൾ എപ്പോഴും വിചാരിക്കും ഒന്നും നേരിട്ട് കാണണം എന്ന്, എസ്പെഷ്യലി കുട്ടികളെ. വരുമ്പോൾ പറ എപ്പോഴും നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. കുന്നോളത്തെ എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങൾ കുന്നോളത്തെ പോർക്കുളത്താണുള്ളത്. പാറയമ്പാടത്തിന് തൊട്ടടുത്ത കേട്ടോ. അവിടെയാണ് ഞങ്ങളുള്ളത് കേട്ടോ. ഇപ്പോൾ ആ വീട്ടിൽ അച്ഛൻ്റെ ഫാമിലി ഇല്ല. കുഞ്ഞിൻ്റെ വീഡിയോയിൽ ഇപ്പോൾ അവരെ ആരും കാണാറില്ല. കുഞ്ഞിൻ്റെ വീട്ടിൽ അവരിനെ ആരും കാണാത്ത ആ വീട്ടിലിപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ അച്ഛനും അമ്മയും ഗൾഫിലാണ്, അനിയനും ഗൾഫിലാണ്. പിന്നെ ഇങ്ങനെ അവരെ നമ്മൾ കാണുക. അപ്പോൾ പിന്നെ അവരെ അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇവൾക്ക് ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാതെ കുറേ വീഡിയോ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ. അവിടെ അച്ഛൻ ഓൾറെഡി ഗൾഫിലാണ്, അനിയനും ഗൾഫിൽ പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും പോയത് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് പല പ്രാവശ്യവും. അച്ഛൻ്റെ ഷോപ്പ് ഇനോഗ്രേഷന് അച്ഛൻ്റെ ഫാമിലി കണ്ടില്ലല്ലോ, അവർ വന്നിരുന്നോ? അപ്പം അതിനുള്ള മറുപടി കൂടിയിട്ടാണ് ഇത്. അവർ നാട്ടിലില്ല. പിന്നെ അവരുടെ ഫാമിലിയിൽ അച്ചാച്ചനും അമ്മമ്മയും ആരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വിളക്ക് എത്തിക്കുമ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരും വിളക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ വീട്ടുകാർക്ക് നിങ്ങളോടുള്ള പിണക്കം മാറിയോ? അത് നമുക്ക് ഇങ്ങനെ അത് നിങ്ങൾ അവരോട് ചോദിക്കണ്ട്. അച്ഛന് പിണക്കം മാറിയിട്ട് കുഞ്ഞിന് പിണക്കം മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ പോകണം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോ ചിന്തിക്കണില്ല. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണില്ല. നമ്മുടെ മക്കൾ സേഫാണ്. എനിക്ക് മെയിനായിട്ട് എൻ്റെ മക്കളെ കാണണം, അവരുടെ അടുത്ത് വേണം എന്നുള്ളൊരു ക്യാരക്ടർ.
എനിക്കങ്ങനെ കാണാൻ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ആരും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കയറി തന്നെയാണ്. ഞങ്ങളുടെ ജീവിതമായിട്ട് ഒതുങ്ങി കൂടി പോകണവരാ. മക്കളെന്ന് പറഞ്ഞാൽ 4 മക്കളും 2 മരുവനും പേരക്കുട്ടി, അതാണ് നിങ്ങളുടെ 4 മക്കളെന്നല്ല. അങ്ങനെയല്ല, മക്കളെന്ന് പറഞ്ഞാൽ എല്ലാവരും, അതായത് ഷെബിൻ തൊട്ട് കാർത്തു, അതാണ് വലുതൊട്ട് ചെറുത്, അത്രേ ഉള്ളൂ. അത് ഞങ്ങളുടെ മക്കളാണ്. ഇപ്പൊ കാർത്തൂനെ ഒരു പേരക്കുട്ടി എന്നുള്ള ഉപരിയേക്കാൾ എനിക്ക് അവളെ ഞാൻ നാളെ എൻ്റെ മോളായിട്ടാണ് ഞാൻ അവളെ കാർത്തൂനെ കാണാറ്. അമ്മാമ്മ അച്ചാച്ചാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ കുഞ്ഞു വിളിക്കുന്ന പോലെ ഞാൻ എൻ്റെ മോളെ കാർത്തൂൻ കേട്ടാ. അതേപോലെ തന്നെ അച്ചുവായാലും ഷെബിനായാലും കേട്ടാ. അപ്പൊ അതിൽ മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ല. അച്ഛനെ കാണല്ലേ, അവരെ കാണല്ലേ, ഇവരെ കാണല്ലേ എന്നല്ല, എല്ലാവർക്കും ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ അങ്ങനെ 2 കൂട്ടർക്ക് കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വഴിയുണ്ട്. 2ആളുടെയും ഫാമിലിനെ നമ്മളിതിൽ കാണുന്നില്ല. അപ്പൊ എന്തായാലും സമയം പോലെ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കും. നമ്മള് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെല്ലാരും കൂടി പ്രാർത്ഥിക്കും ഒക്കെ സെറ്റ് ആവാൻ. അല്ല ഇന്നതേ സമയങ്ങൾ ഇപ്പൊ നമ്മള് കുഞ്ഞൻ പോയി ഇത്ര പെട്ടെന്ന് വിണ്ടോ കാര്യങ്ങളോ അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിന്റെ കാര്യത്തില്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ നമുക്ക് നടന്നത്. അപ്പൊ ഒരു ശർക്കരപ്പേരിയില് അങ്ങോട്ട് കരഞ്ഞതാണ് കുഞ്ഞിന്റെ മാറ്റങ്ങൾ ഉണ്ടായത്. കുഞ്ഞിന്റെ അച്ഛൻ കരഞ്ഞപ്പോ ആള് വീഡിയോ കണ്ടു. നമ്മളിതുവരെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താന്നല്ല. അപ്പോൾ അവളവളുടെ അച്ഛനെ വിളിച്ചു. ഒരു ഓണത്തിന് ശർക്കരപ്പേരി വിളിച്ചപ്പോൾ എന്നിട്ട് കരഞ്ഞു. അപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്, കണ്ടാറ് ഓണത്തിന്റെ വീഡിയോയില്. ആ വീഡിയോ കണ്ടാൽ പിറ്റേ ദിവസം ആ വീഡിയോ കാണുന്നത്. അപ്പോൾ അവളെ വിളിച്ചു, അച്ഛൻ കരയുണ്ട എന്നാണ്. അവളെ അച്ഛനോട് വിളിച്ചു സംസാരിച്ചു. അവളേതേ കാര്യങ്ങൾ പറഞ്ഞു അച്ഛനോട്. അപ്പോൾ അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഒരു ശർക്കരപ്പേരി രൂപത്തിലാണ് നമ്മുടെ കുഞ്ഞിന്റെ പിണക്കും കാര്യങ്ങളും. അതപ്പോ എല്ലാത്തിനും ഓരോ നിയോഗം എന്നല്ല, ആ ഒരു നമ്മളതൊന്നും ചിന്തിക്കില്ല. നമ്മളിപ്പോ ചിന്തിക്കണത് അപ്പൊ അവര് വിളിച്ചാൽ കുഞ്ഞിനെ അച്ഛനോട് വേറെ വിശേഷങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിക്കണേ, നീ നേരത്തിന് ഉറങ്ങില്ല, കാര്യങ്ങൾ ചെയ്യണേ. അത് അവരവരുടെ ആരോഗ്യം അവരുടെ കാര്യങ്ങൾ നോക്കുക. അതാണ് അവരോട് വിളിക്കുമ്പോൾ എല്ലാം ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയും. അല്ലാതെ എൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ കുഞ്ഞിനോടായിട്ട് അച്ഛനോടായിട്ട് ചോദിക്കാനോ കാര്യങ്ങളോ ഒന്നും നിൽക്കാറില്ല. അവർ ഈ തിക്ക് നിർത്തിയിട്ട് ഓരോ ഷൂട്ടിൻ്റെ ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ചോളൂ, ശരീരം നോക്കിയോളൂ, നിങ്ങളോട് ക്ഷീണിച്ചു. ഇത് പേരൻസ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കടമകളാനും നമ്മൾ അവരോട് പറയണു വരും. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യം രണ്ടെണ്ണം അവിടെ ഇരുന്ന് ടി വി ആണ്. ശബ്ദം വളരെ കുറച്ചിട്ട് ഇന്ന് ടി വി കാണാൻ പറഞ്ഞപ്പോൾ ഇന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുണ്ടോ വേണ്ടേച്ചിന് പിന്നെ ഇട്ടതാട്ടോ. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി നോക്കിക്കോട്ടെ കേട്ടോ. പിന്നെ ഉള്ളത് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ 2 മണിയില്ല, 2 മണിയൊന്നല്ല, നമ്മൾ ഉണ്ണാടയിലൊക്കെ ഉണ്ടാക്കിയതല്ലേ കേട്ടോ. എത്ര ആൾക്കാറ്റല്ല. അപ്പോൾ ഇങ്ങനെ ഇന്ന് ഞങ്ങൾ ഫുള്ളും ബിസി ആയിരുന്നു. ഇന്ന് അമ്മയുടെ അടുത്തായിരുന്നു കുറേ നേരം. 2 അമ്മയുടെ അടുത്തായിരുന്നു. അമ്മയുടെ അടുത്ത് കുറച്ച് നേരം പോയി ഇങ്ങനെ ഇരുന്ന് അവസാനം ഉറക്കം വന്നു. അപ്പം ഇങ്ങോട്ട് വന്നു. ഇതിലൂടെ പുട്ടും കറിയുണ്ടാക്കി കഴിക്കാൻ സ്കൂളിൽ. അപ്പം അങ്ങോട്ട് പോയി വീണ്ടും അമ്മ ട്യൂഷനോടാക്കി അമ്മയുടെ അടുത്ത് വന്നിരുന്നു. വീണ്ടും ഉറക്കം വന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു പണി വീട്ടിൽ നടന്നിട്ട് ഒരു കാര്യം ഇങ്ങനെ പറയില്ലേ, പട്ടി ചന്തയ്ക്ക് പോണ പോലത്തെ അവസ്ഥ. ഒരു കാര്യമായിട്ട് നടക്കൂല. അന്ന് എന്തെങ്കിലും നടന്നു വെച്ചാൽ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനം വയ്യ. ഒന്നാമത്തെ ഇപ്പൊ ഈ തരിപ്പ പോയില്ലേ, അതിപ്പോ ഈ ചുമച്ചിപ്പോ എന്തായി, തലവേദനയ്ക്ക് തല ഭയങ്കര ഇങ്ങനെ കുരിഞ്ഞു തല ഭയങ്കരമായിട്ട് വേദനിച്ചു കാര്യങ്ങൾ ചെയ്തുട്ടാ. പിന്നെ എന്നോടൊപ്പം ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് ചേച്ചി എവിടേക്കാ ഒഴിച്ചലിന് പോയി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വവേഗ അല്ലേ, വിശ്വവേഗയിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പൊ അവരുടെ എന്താ പറയാ സ്ഥലത്തിന്റെ പേരിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഉദയപേരു ആ ഒരു പ്രത്യേക പേരല്ലേ, നമ്മൾ കേട്ടിട്ടില്ല എറണാകുളത്ത് ഇങ്ങനെ ഒരു സ്ഥലപ്പേര് ഉദയപേരു. പോണം ഉദയപേരു എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കേട്ടോ നമ്മൾ ഒഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ ഓസ്ട്രേലിയ എല്ലായിടത്തുള്ള എല്ലാ മക്കളോടും കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ പോയപ്പോ എന്നെ ഒഴിയുന്ന ഒരു കൂട്ടുകാരെ ഇവിടെ കുറേ പ്രസവ കേസും പ്രസവരക്ഷയൊക്കെ വരുമ്പോൾ അവരവരുടെ അമ്മമാർക്ക് ഒഴിച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അമ്മമാർക്കൊന്നും ആ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഒരു ദിവസത്തെ 2 ദിവസം ഒഴിച്ചിട്ട് അമ്മമാര് വരില്ല മക്കളോടെ അവിടെ പ്രസവരക്ഷയ്ക്ക്.
അവൻ കൂടെ നിൽക്കാം ഉണ്ണിന്നൊക്കെ. അപ്പോൾ അവർ അമ്മമാർക്ക് വിളിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു അമ്മയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ വേണ്ടി നമ്മൾ ഗിഫ്റ്റ് എന്ത് കൊടുക്കും? ചിലപ്പോൾ 2000 സാരി 3000 സാരി ഒരുപാട് പല തരത്തിൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് കാരണം ഇങ്ങനത്തെ ആയിരിക്കില്ല. ഒരു അച്ഛൻ അമ്മ എന്റെ അമ്മയ്ക്ക് അടക്കം പോരാനും വയ്യ, ഞാൻ പോരാ നമുക്ക് പോയിട്ട് വിളിഞ്ഞിട്ട് വേറെ പോരാനോ വെച്ചോ, അതില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വിളിച്ചിട്ട് പോയപ്പോൾ അമ്മയ്ക്ക് അടക്കം ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ഒരു അച്ഛനും അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സത്യം ഇങ്ങനത്തെ ഒരു പാക്കേജ് അത് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ശരീരം മനസ്സും എല്ലാം ഫ്രഷ്നെസ് ആവാൻ വേണ്ടിയിട്ട് ഒരു മസാജും കാര്യങ്ങളും ഒരു ഒഴിച്ചിലും ഒക്കെ കൊടുക്കണതാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇടാം കേട്ടോ നമ്മൾ. അപ്പോൾ എന്നിട്ട് ഗൂഗിൾ അടിച്ചാലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിശ്വവേഗ ആയുർവേദിക് എന്നാണ് കേട്ടോ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ പേരും നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം കേട്ടോ. അല്ലേ ചേട്ടാ? അതല്ല നമ്മൾ പേരൻസിനായാലും ആർക്കായാലും നമുക്ക് കൊടുക്കണം. എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ? അഥവാ ആരെങ്കിലൊക്കെ ഈ ടൂറ് പോയിട്ട് ഒരു വർഷത്തിലെ ടൂറ് പോണത് ഒരു വർഷം പോയില്ല എന്ന് വെച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ട് പോയാലും വേണ്ടില്ല. കാര്യം കയ്യിന്റെ കപ്പല ഭയങ്കര വേദനയായിരുന്നു. അതിപ്പോ എനിക്ക് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു കിടക്കാൻ പറ്റിയിരുന്നില്ല. എനിക്കിപ്പോ അതൊക്കെ ഒറ്റ ദിവസത്തെ ഒഴിച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ പറ്റിയിട്ട് സത്യം എനിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കൈയൊന്നും ഇങ്ങനെ പൊന്നാനോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഞാൻ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തി. റോബോട്ട് നടക്കണമാര് നടന്നിരുന്നു. ഇപ്പൊ ഇന്നൊക്കെ നല്ല വ്യത്യാസം, ഒരുപാട് വ്യത്യാസം വന്നിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിനും കൂടെ എനിക്ക് കിട്ടും ഒന്നുകൂടെ റെസ്റ്റ് കാരണം എടുക്കാൻ പറഞ്ഞത് റെസ്റ്റും കാരണം. പക്ഷെ നമുക്ക് നമുക്ക് അതിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ റെസ്റ്റ് തീരെ നടത്തും ഇരുത്തും മാത്രമാണ്. ഒന്ന് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. രാത്രി 10-12 മണിയാണ് നമുക്കൊന്ന് കിടക്കുന്നത് കാണണമെങ്കിൽ. അങ്ങനത്തെ സാഹചര്യം 6 മണിയാകുമ്പോൾ ഉറക്കം കിട്ടാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പിള്ളേർ നമ്മുടെ മേത്ത് കയറ്റും അറിയാം. ഒഴിച്ചെന്നെ പോയി ആ ദിവസങ്ങളോ നമ്മള് വളരെയധികം ശാന്തതായിട്ട് ഉറങ്ങാനും പറ്റും സമയത്ത് ഭക്ഷണം എല്ലാം നമ്മള് ഭയങ്കര ജീവിതം മാറി നമ്മുടെ ജീവിതം ഭയങ്കര ചിട്ടയിലൂടെ പോകും. ഞങ്ങളെ സംബന്ധിച്ച് രാവിലെ എനിക്ക് ഭക്ഷണം കൊടുത്തിരുന്നു, നേരെ വല്ലേക്കണു, ഭക്ഷണം കഴിക്കണം, കുളിക്കണം, കുറച്ച് റെസ്റ്റ് എടുത്ത് ഉച്ചത്തെ ഫുഡ് അതേപോലെ നമ്മൾ ഉഴിച്ചിലും കാര്യങ്ങളായിട്ട് പോയി. അപ്പോൾ ആ എണ്ണയൊക്കെ നല്ല കൂളിങ്ങുള്ള എണ്ണയും പാക്കും ഒക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഫേസിലൊരു പാക്കും മസാജൊക്കെ കൊടുത്ത് നമ്മുടെ ശരീരം ഫുള്ളും മസാജ് ചെയ്തുകൊണ്ടിടും. എന്തൊരു ഇപ്പൊ ഈ ഓസ്ട്രേലിയയിലേക്ക് മനസ്സിലാണ്. നിങ്ങളൊക്കെ നാട്ടിലാകുമ്പോൾ നിങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ നോക്കണം. അപ്പൊ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സ്ഥലങ്ങളിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. മസാജ് സെന്ററുകളൊക്കെ ഇഷ്ടം പോലെ കാണും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നല്ല സ്ഥലങ്ങളിൽ, അതും അവിടെ പ്രൊഡക്റ്റുകളൊക്കെ അവരവിടെ നമ്മൾ മസാജിന്. അപ്പോൾ അവിടെയുള്ള എല്ലാ സാധനവും അത് അവരുടെ ഇതിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അവർ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ് വിശ്വവേഗ. എനിക്ക് ഏറ്റവും ഇപ്പൊ എൻ്റെ ശരീരത്തിന് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുഖം കിട്ടുന്ന വിശ്വവേഗോടാണ് അതിന്റെ ടാക്സ് പറയണം അല്ലേ? എനിക്ക് തണ്ടിലൊക്കെ രാവിലെ പറഞ്ഞിട്ട് ഈ തണ്ടിലൊക്കെ ഒന്ന് അമർത്തി നീര് ഇപ്പൊ പിന്നെ ആദ്യമായിട്ടല്ലോ ഇങ്ങനെ നീരിന് കല്ലെത്തി നമുക്ക് ഈ വീർമതിരുത്തുണ്ട് അവിടെ ഇങ്ങനെ കല്ലച്ചെടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തുടങ്ങി. അതേപോലെ ഈ നടുവിലിങ്ങനെ മുഴ പോലെ നടുവിട്ടിക്കാൻ കൂടുതൽ ഇവിടെ ഞാൻ പറയില്ല എപ്പോഴും അതൊക്കെ പോയി നീരും കാര്യങ്ങളൊക്കെ ശരിക്കും. അതായത് വീണ്ടും പറയാണ് ഇപ്പൊ നിങ്ങള് നമ്മൾക്ക് അനുഭവത്തിന് പറയാം. ഞാൻ കൂടുതൽ നല്ല സാധനം കിട്ടുകയാണെങ്കിൽ നിങ്ങളോട് പറയും നല്ല സാധനം നിങ്ങൾ എടുത്തോട്ട് ചെയ്തത് നല്ല ഫുഡ് നല്ലത് അടിപൊളി നിങ്ങളൊന്ന് കഴിച്ചു നോക്കുന്നത് നല്ലതാണെങ്കിൽ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയാറുള്ളൂ. വിശ്വവേഗ അത്ര അടിപൊളിയാണ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ല. സ്റ്റാഫായാലും ഡോക്ടർമാരായാലും എല്ലാവരും അടിപൊളിയാണ്. പിന്നെ അവരുടെ ഹോസ്പിറ്റലിൽ ക്ലീനാണ്, അവരുടെ ബാത്റൂമും അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഒരു സ്ഥലത്ത് പോയി നിൽക്കണേ ഫുഡ് കഴിക്കണമെങ്കിൽ അവിടെ കുളിക്കണമെങ്കിൽ ബാത്റൂം അത് ക്ലീൻ ആണെങ്കിൽ മാത്രമാണ് ഞങ്ങളുടെ കാര്യം. എല്ലാം ഫുൾ ക്ലീനാണ്. അത്രയും നമുക്ക് മനസ്സറിഞ്ഞ് അവിടെ നിൽക്കാനും എല്ലാത്തിനും പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, നമുക്ക് ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞു തരാനൊന്നും പറ്റില്ല. ഞാൻ സാധാരണക്കാരൊരു വീട്ടമ്മയാണ്. അപ്പം എനിക്ക് സാധാരണക്കാരുടെ
എന്തി പറഞ്ഞു തരാനേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഒഴിച്ചിൽ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം നിങ്ങൾ നാട്ടിലേക്ക് 10 ദിവസം 20 ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കണം. അതിന് നിങ്ങൾ വരുന്നേക്കാൾ മുന്നേ അവരെ വിളിച്ച് നിങ്ങൾ ഡേറ്റ് ബുക്ക് എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ കാശ് ചെലവാണ്. ഈ ഒരു കാര്യം അന്നത്തെ ദിവസം ഫ്രണ്ട്സും വീട്ടിൽ എല്ലാവരും പറഞ്ഞു ഒരു ദിവസം നമുക്കായിട്ട് നമ്മൾ ജീവിക്കണം. ഞാൻ വിശ്വവേഗയിൽ പോവാണെന്ന് വെച്ചു. അപ്പൊ എങ്ങനെയും പോകാൻ അറിയൂ, ക്ലാസ് പോവാ, അങ്ങനെ എന്ത് പറഞ്ഞാലും അതാട്ടാ. അപ്പൊ ഞാൻ എന്താ പറയാനായിട്ടാ, ഞാൻ പോകുന്നുണ്ട് KSRTC വിളിച്ചിട്ടായിരുന്നു ഞാൻ വിശ്വവേഗയിലേക്ക് വിളിച്ചിട്ട് പോകുന്നുണ്ട്. അതിനായിട്ട് പിള്ളേർ വേരുണ്ടെങ്കിൽ പോരെ, ഞാൻ നിങ്ങൾക്കുള്ള റൂമും കാര്യമൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് നിങ്ങൾ വേരുണ്ടെങ്കിൽ പോരെ, അല്ലെങ്കിൽ ഞാൻ പോകും. എന്താണെന്ന് അറിയൂ പറ്റാണ്ട. അപ്പൊ ഞാൻ എന്നോട് ആ ഒഴിയണ കൂട്ടി ഒന്നോട് ചേച്ചിയുടെ ശരീരം നോക്കാണ്ട് വന്നിട്ടുള്ള കേടാണ്. അതല്ല ഞാൻ മാസത്തിലൊക്കെ ചേച്ചി ശരീരത്തിൽ ഒരു മസാജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേണമെന്നില്ല ചേച്ചിക്ക് എവിടെ വേണേ. അപ്പൊ അവര് നമ്മളെ അടിച്ചേൽപ്പിക്കല്ല, പക്ഷെ അത്രയും അവര് എന്റെ ശരീരം കണ്ട ചേച്ചി. അത് എനിക്ക് ആ കുട്ടി പറഞ്ഞപ്പോ മനസ്സിലായി. സത്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ നോക്കാറുണ്ട്. എനിക്ക് എന്റെ മെയിൻ എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, എന്റെ മക്കൾ, ആ ഒരു ജീവിതം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. എനിക്കായിട്ട് എന്താ വെച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഞാൻ നോക്കാല്ല. പക്ഷെ അതെന്നെ ചേച്ചി, പക്ഷെ അത് ചെയ്യരുത്. നമുക്ക് ഈ ഭർത്താവിന് മക്കളെ നോക്കണേ, ഈ കുടുംബം നോക്കണേ, എന്ത് വേണം, നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം മനസ്സും എല്ലാം വേണം. അപ്പൊ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കുക. എന്നിട്ട് നമുക്ക് അതായത് നമുക്ക് നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് ഒരു ദിവസം ഒരുപാട് എത്ര അയ്യാലും നമുക്കത് ഗുണം. നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ കാര്യങ്ങളും ചികിത്സയും കാര്യം വേണമെന്ന് ഡോക്ടേഴ്സ് തന്നെ പറയും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവിടുത്തെ ഒഴിച്ചിലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അവിടെ മരുന്നും കാര്യങ്ങളും കിഴിയും കിഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാട്ടോ. ഇലക്കിഴി എനിക്ക് നല്ല സുഖം, നല്ല ചൂടോടെ അങ്ങനെ പുറത്തൊക്കെ അതുകൊണ്ട് ഇങ്ങനെ കിഴിയോട് ഇങ്ങനെ ഇടിച്ചിടിച്ചാണ് നല്ല അടിപൊളിയാട്ടോ. അപ്പൊ വിശ്വവേഗം സൂപ്പർ. പോയാൽ നമുക്ക് ഡോക്ടർമാരായാലും നമുക്ക് അറിയാവുന്ന പേര് സൗമ്യ ഡോക്ടർ ഉണ്ട്, പിന്നെ അഞ്ജന പേര് ഡോക്ടർ സൗമ്യായിരുന്നു കേട്ടാ. നല്ല ക്യാരക്ടറാണ്, നല്ല അടിപൊളി പേര്. പിന്നെ എന്നെ ഒഴിഞ്ഞപ്പോ കുട്ടിയുടെ പേര് ഞാൻ മറന്നു, ട്രിനിറ്റി അങ്ങനത്തെ പേരെ മറന്നു. അപ്പൊ അങ്ങനെ ഒന്നും വേണ്ടാള. അപ്പൊ പക്ഷെ എല്ലാവരും അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് അവിടുത്തെ സ്റ്റാഫ്. നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് 3-4 ദിവസം അവർ അങ്ങോട്ട് ചിരിയില്ല ഇങ്ങോട്ട് തിരില്ല, ശബ്ദം ഉണ്ടാക്കലും ഉണ്ടായിരുന്നു, ഭയങ്കര നിബന്ധനകളോ ഒരു സ്ഥലം. പക്ഷെ അവിടെ അതൊന്നുമില്ല കേട്ടോ. നമ്മളും അവരുടേതായ രീതികളാണ്. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അവരെയും കൊണ്ട് പോകുമ്പോൾ അവര് പക്ഷെ ഒരു കുഴപ്പമില്ല, ഭയങ്കര സെറ്റാണ് കേട്ടോ. അവര് പറഞ്ഞവര് എന്തെങ്കിലുമൊക്കെ ഉപ്പും വിളക എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കുറച്ച് ആഘോഷിക്കും, ചെറിയ ഉപ്പ് പഴം സീരിയലായിട്ട് ഭയങ്കര ചെറിയ ഓളിയിട്ട് ചെറിയ കുണക്കിൻ്റെ അതാണ്. പക്ഷെ നമുക്കതൊന്നും ഒരു ഇതൊന്നും നമ്മൾ സെറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നു. അപ്പോൾ പ്രസവരക്ഷകാർക്കായാലും നമുക്ക് ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് 5 ദിവസത്തെ ഇതെല്ലാ ട്രീറ്റ്മെൻറ്റും വിശ്വവേഗയിൽ അവർ തരുന്നതാണ് കേട്ടോ. അപ്പം പോയാലാ പെണ്ണുങ്ങൾക്കുണ്ട് ആണുങ്ങൾക്കുണ്ട്. ഞാൻ ഒഴിഞ്ഞുവിട്ടു അതേം പറയണ എൻ്റെ അനുഭവത്തിൽ പറയണ സൂപ്പറാണ്, വെറുതെ പറയല്ല, അടിപൊളി. പോട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും കാണും വരെ.